വരുൺ വരുണേ വരുൺ 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 എന്താടാ പറ്റിയേ? എണീക്ക് വരുൺ 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 എണീക്കടാ. നിന്റെ അച്ഛന് തീരെ സുഖൂലടാ. എനിക്ക് ഇവിടെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. അച്ഛന് നിന്നെ കാണണമെന്നാടാ പറയുന്നേ. എനിക്ക് അവളെ കാണുന്നുണ്ടോ? അച്ഛന് നീ ഇപ്പൊ കണ്ടില്ലേ പിന്നെ ഒരിക്കലും കാണാൻ പറ്റില്ല. എനിക്ക് അവളെ ഇനി കാണാൻ പറ്റില്ലല്ലോ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എഴുന്നേൽക്കടാ. എഴുന്നേൽക്ക് വാ. ഞാൻ നിന്നോട് പറഞ്ഞു, കുറേ നാളായിട്ട് ഞാനിപ്പ നിന്നോടൊന്നും പറഞ്ഞില്ലെന്ന് വെച്ചാ പിന്നീട് അങ്ങോട്ട് പറയാൻ പറ്റില്ല എന്ന് മനസ്സിലൊരു തോന്നല്. എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. നിന്നോട് ദേഷ്യമൊന്നും ഇല്ല, ഭയം. എന്റെ മോൻ വലിയ ആളാവണമെന്ന് ആശിച്ചതല്ലാതെ അതിനു വേണ്ടി ഞാൻ നിർബന്ധം പിടിച്ചില്ല. ആഗ്രഹം മാത്രമല്ലടാ, അതെന്റെ കടമയാ. എന്നാലൊന്ന് മനുഷ്യന് രണ്ട് കാര്യം മാത്രമേ നടക്കൂ. ഒന്ന് തോറ്റുകൊടുക്കാൻ, ജയിച്ചവർക്ക് ഓട്ടത്തിന്റെ വേഗമറിയാം. തോറ്റുപോകുന്നവർ ജയിക്കണമെന്ന ലക്ഷ്യത്തോട് ഓടണം. ഓട്ടത്തിന് ശേഷം ജയിക്കണം, 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 ജയിക്കണം.
അമ്മേ, കടയിൽ പോയിട്ട് വരാം. എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, എല്ലാവർക്കും ഒരു എയിം ഉണ്ടാവണമെന്ന്. ഇപ്പം ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഓരോ എയിമിനും ഓരോ പർപ്പസ് ഉണ്ടാവണം. അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ ലൈഫിൻ്റെ എയിം, ആ എയിമിൻ്റെ പേർപ്പസ് മനസ്സിലാവുന്നില്ലടാ. വരുൺ, വരുൺ, ആ സീനുവിനെ കിട്ടിയടാ. എന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്തിനാണ് ചെയ്തത്? പ്രീതിക്ക് വേണ്ടിയാ ചെയ്തേ. പ്രീതിക്ക് വേണ്ടി. പ്രീതിയെ നീയും സ്നേഹിച്ചു, ഞാനും സ്നേഹിച്ചു. നിനക്ക് ധൈര്യമുള്ളതുകൊണ്ട് നീ അത് എക്സ്പ്രസ് ചെയ്തു. എനിക്ക് ധൈര്യമില്ലടാ, അതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷെ നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോ എനിക്ക് നല്ല സന്തോഷമായിരുന്നടാ. എന്താന്ന് വെച്ചാ എന്റെ ഇഷ്ടം എങ്ങനെയെങ്കിലും അവളോട് പറയാന്ന് കരുതി. പക്ഷെ അവള് ഓട്ടോയിൽ നിന്ന് നിനക്ക് ആ ലെറ്റർ തന്ന ദിവസമല്ലേ, അന്ന് എനിക്കെന്റെ ജീവൻ പോകുന്ന പോലെ ഉണ്ടായിരുന്നടാ. നിന്നോട് അവള് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ അന്ന് ആ ദിവസം തൊട്ട് എനിക്ക് ഭ്രാന്തായടാ. ലവിന് വേണ്ടി ത്യാഗം ചെയ്യുന്നതിനേക്കാളും തെറ്റ് ചെയ്യുന്നടാ ശരി. ലവില് ജയിക്കണമെന്ന് വിചാരിക്കുന്നവനാടാ ശരിക്കും സ്നേഹമുള്ളവൻ. അപ്പൊ മുതല് നിങ്ങൾ രണ്ടുപേരുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ഞാൻ പ്ലാൻ ചെയ്ത് പിരിച്ചു വിട്ടടാ. ഈ പ്ലാനില് പ്രീതിക്ക് നിന്നേക്കാളും എന്നെയാണ് ഇഷ്ടം. അതിനു വേണ്ടിയാടാ ഞാൻ ഇങ്ങനെ ചെയ്തേ, പ്രീതിക്ക് വേണ്ടിയാടാ. നീ എന്താടാ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഓർക്കാന്? ഒന്നും ഓർത്തിടാ, ഞാനൊന്നും ഓർത്തിടാ. എന്റെ പ്രീതി, എന്റെ ലവ്. ഇവന്റെ സംസാരം കേൾക്കുമ്പോ എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വരികടാ. സംസാരിച്ച് കണ്ട് അവനെ തീർക്കണം. അവനെ കൊല്ലും മുൻപ് ആദ്യം എന്നെ കൊല്ലണം. യെസ്,
ചെയ്ത തെറ്റിന് കാരണം ഞാൻ മാത്രമാണ്. എന്നുവെച്ചാ നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് ഇപ്പോഴും തോന്നുന്നില്ലെന്നാണ്? അങ്ങനെ എപ്പോഴും വിചാരിക്കില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ മാറിപ്പോയത് പ്രീതി? ഞാൻ എന്താ ചെയ്തിട്ടാ? അറിയില്ലേ, ഞാൻ നിന്നോട് ഐ ലവ് യു പറയും മുൻപ് നീ എന്നെ ലൈഫ് ലോങ് സ്നേഹിക്കുന്നു ചോദിച്ചില്ലേ? ചോദിച്ചോ ഇല്ലയോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നിനക്ക് അറിയില്ലേ പ്രീതി? അങ്ങനെയാന്ന് നീ പറഞ്ഞോണ്ടിരിക്കുക. ആദ്യം നിന്റെ ലൈഫിൽ ഞാൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. എനിക്ക് വേണ്ടി നീ എന്തും ചെയ്യണം, എന്ത് കളഞ്ഞിട്ടാണെങ്കിലും. പക്ഷെ എന്റെ സ്നേഹം നിനക്ക് എളുപ്പത്തിൽ കിട്ടിയതുകൊണ്ട് നിനക്ക് ഒരു വിലയില്ല. നിന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോ നീ എന്നോട് ഷെയർ ചെയ്തില്ല. എനിക്ക് പനി വന്നപ്പോ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നി, പക്ഷെ നീ തമാശയായിട്ട് എടുത്തു. പോലീസിന്റെ അടുത്ത് നീ നിന്റെ ശൗര്യം കാണിച്ചപ്പോ ഞാനൊരു പെണ്ണാണെന്നുള്ള കാര്യം നീ മറന്നു. പക്ഷെ സീനു അങ്ങനെയല്ല. എനിക്ക് ഷെയറിംഗ്, കെയറിംഗ്, സെക്യൂരിറ്റി എല്ലാം തരുന്നുണ്ട്. എപ്പോഴും തന്നുകൊണ്ടിരിക്കുമെന്നും എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഏയ് ഒരു സെക്കൻഡ് ഇന്ന് നിനക്ക് കോൾഡ് ആണോ? ഇന്ന് ഇത് കഴിക്കേ. അവൻ ഫ്രണ്ട്ഷിപ്പിനെ തന്നെ ചതിച്ചവനാ. അവൻ നിന്നെയും ചതിക്കില്ലേ? ചതിക്കില്ല. ഞാൻ എന്തിനൊക്കെ പറയുന്നെന്ന് വെച്ചാ എനിക്ക് വേണ്ടി അവൻ സൗഹൃദം വിട്ടു. ഞങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവൻ ചതിച്ചേ. കണ്ടോടോ എങ്ങനെയാ സംസാരിക്കുന്നതെന്ന്. ഇവളെയാടാ ആദ്യം കൊല്ലേണ്ടത്. സത്യാ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഞാൻ മാറിപ്പോയെന്നല്ലേ? യെസ്, യു ആർ റൈറ്റ്. പക്ഷെ ഒരു ചെറിയ കറക്ഷൻ. ഞാൻ മാറിയിട്ടില്ല, മറന്നതാണ്. 2 വർഷം നിന്റെ പിന്നാലെ ഞാൻ അലഞ്ഞതല്ലേടി. നിന്നെ ഭ്രാന്തനായിട്ടല്ലേ ഞാൻ സ്നേഹിച്ചത്. മെന്റാലിറ്റി ഞാൻ മറന്നുപോയി. ആരെങ്കിലും വന്നിട്ട് നീയാണ് ഇമ്പോർട്ടന്റ്, നീയാണ് ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ അവർക്ക് വേണ്ടി നീ നിന്റെ ഡിസിഷൻ അല്ലേ മാറ്റിക്കളയുന്നത്. ആ ചെറിയ കാര്യം നീ മറന്നുപോയി. എന്നെക്കാളും നല്ലൊരാളെ കിട്ടിയെന്ന് വെക്ക്. കുറെ ഗുണങ്ങളുള്ള ഒരാള്, അയാളാണ് നിനക്ക് പ്രധാനപ്പെട്ടതെങ്കിൽ എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. തെറ്റെന്റെ. മച്ചാനെ നീ എന്താടാ ഈ പറയുന്നത്? കറക്റ്റ് അല്ലടാ പറഞ്ഞത്. സി ഷീസ് ഹാപ്പി. പക്ഷേ ഒരല്പം പോലും കുറ്റബോധമില്ലല്ലോടാ. വിട്ടുകളയടാ. ഇവൻ എന്താ ചെയ്യണ്ടേ? ഇവൻ ജീവനോടുണ്ടെങ്കിലേ പ്രീതി സന്തോഷമായിട്ടിരിക്കുള്ളൂ. പ്രീതി സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ ഇവൻ ജീവനോടുണ്ടാവണം. ഇവൻ ഫ്രണ്ട്ഷിപ്പിൽ കാണിച്ച ചതി നമുക്ക് മറന്നു കളയടാ. ചെന്ന് ജീവിക്കടാ. എന്തിനാണ് അവനെ വെറുതെ വിട്ടത്? ഞാനാണെങ്കിൽ അവനെ വെട്ടി അരിഞ്ഞിട്ടുണ്ടോ? എടാ അളിയ, ഫ്രണ്ട്ഷിപ്പിൽ ചതി കാണിച്ചതിന് എല്ലാരും വെട്ടാൻ നിന്നാലേ 6 മാസത്തിനുള്ളിൽ ഇതൊരു നോർമൽ പരിപാടിയായി മാറില്ലടാ. നാട്ടിൽ ഒരുപാട് സ്ഥലത്തൊക്കെ നടക്കുന്നുണ്ടടാ. നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണ് നമ്മളിലൂടെ അല്ലെങ്കിൽ ഹാപ്പി ആയിരുന്നാ മതിടാ. അങ്ങനെ ചിന്തിച്ച് ഒരു പ്രത്യേക ഫീൽഡിൽ ജീവിക്കുന്ന ആമ്പിള്ളേരുണ്ടല്ലോടാ. അവരൊക്കെയാടാ ശരിക്കും ഗ്രേറ്റ്. വാളിയ. ഒരുത്തനൊരു പെണ്ണ് ജനിച്ചാ അവൾ എന്ത് ചെയ്യുമെന്നുള്ള പേടിയായിരിക്കും. എന്നാൽ ഇപ്പോ അവൻ എന്ത് ചെയ്യുമെന്നുള്ള പേടിയാ എനിക്ക്. ഹൈസ്കൂളിലെ ആരംഭിച്ച ലവാ ഇതൊക്കെ. സ്കൂളിൽ പോയി പഠിക്കാൻ പോയ പെൺകുട്ടികൾക്ക് അവൻ എപ്പോ ആ കുടുംബത്തെ നശിപ്പിക്കാൻ പോകുന്നു നോക്കിയിരിക്കുന്ന അച്ഛന്മാരുണ്ടോ? ഫ്രണ്ടായി കാണുന്ന അനിയത്തിമാരെ എപ്പോ ഏത് ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഒളിച്ചോടി പോകുമെന്ന് വിചാരിക്കുന്ന ആങ്ങളമാരുണ്ടോ? പിന്നെ തന്റെ തോളിന് മേലെ കൈവച്ചിരിക്കുന്ന തന്റെ ഗേൾ ഫ്രണ്ട് താൻ അറിയാതെ സീക്രട്ടായി മറ്റൊരുത്തന് മെസ്സേജ് അയച്ചാലും അപ്പോഴും വിശ്വസിക്കുന്ന ബോയ് ഫ്രണ്ട്സ് എത്ര പേരുണ്ട്? എപ്പോ എന്ത് ചെയ്യുന്നത് പോലും അറിയുന്നില്ല. ഒരു പെൺകുട്ടിയുടെ അച്ഛനായി ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ല, സോറി. എന്നാൽ അതിൽ തെറ്റില്ല. എല്ലാ പെണ്ണുങ്ങളും എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എന്റെ മോളെ പോലെ ഇങ്ങനെ എത്ര പേരുണ്ടെന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം. എന്റെ മോളെ കൊന്നുകളയുമെന്നാ ഞാൻ വിചാരിച്ചേ. ചത്തുപോയെന്ന് വിചാരിച്ചോളാം. എന്നാൽ അവൻ നല്ലവൻ. പ്രീതി പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ കൺവിൻസ് ആയിട്ടില്ല ഇതുവരെ. എന്നാൽ പ്രീതി പറഞ്ഞ കാര്യങ്ങൾക്ക് അവൻ കൺവിൻസ് ആയി. എന്റെ മോൾ എത്ര നല്ലവളാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ 100 വർഷം സുഖമായി ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
നിനക്ക് 100% ഷെയറിംഗ്, കെയറിംഗ്, സെക്യൂരിറ്റി എല്ലാം അവൻ തരും. അത് നിനക്ക് വിശ്വാസമില്ലെങ്കിലും എനിക്കതിൽ വിശ്വാസമുണ്ട്. ഡിസിഷൻ ഈസ് യുവേഴ്സ്. ലൈഫിൽ ചില കാര്യങ്ങൾ മറക്കാൻ പാടില്ല, ചില കാര്യങ്ങൾ ഓർമ്മിക്കാനും പാടില്ല. പ്രീതിയെ മറന്നു കളഞ്ഞേക്ക്, എന്നെ മാത്രം ഓർത്താ മതി. അമേരിക്ക ക്യാൻസൽ, ജോബും ക്യാൻസൽ ചെയ്തു. നീ, ഞാന്, നിന്റെ അമ്മ, ഷോപ്പ, അത്ര മതി. എനിക്കത് മാത്രം മതി. നീ അമേരിക്കയ്ക്ക് പോയിക്കോ. ഞാൻ പോകില്ല. ഞാനല്ലേ പറയുന്നത്, പോയിക്കോ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പോകില്ലെന്ന്. നീ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കൺവിൻസ് ആയി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നോക്ക്, ഒറ്റ അടി വെച്ച നാളുണ്ടല്ലോ. ഇത്രയും നാളത്തെ ആവശ്യമുള്ളൂ. എനിക്ക് 1% ഡൗട്ട് പോലും ഇല്ല. 100% ക്ലാരിറ്റിയിൽ പറയാ, ഐ ലവ് യു. ശരിക്കും ഈ പെൺകുട്ടികളൊക്കെ ഭയങ്കര ഗ്രേറ്റാ. നമുക്ക് പ്രേമുണ്ടെന്ന് അറിഞ്ഞാലും അവരെ നമ്മൾ സ്നേഹിച്ചോളും. അതുപോലെ നമ്മുടെ ഗേൾ ഫ്രണ്ടിന് ലവ് സ്റ്റോറി ഉണ്ടെങ്കിലോ നമ്മൾ പ്രേമിക്കോ? വിട്ടുകളയില്ലേ? അതുകൊണ്ടാ പെൺകുട്ടികളൊക്കെ ഗ്രേറ്റാന്നേ.